ഈ പുതിയ നിയമത്തിന്റെ പ്രൊവിഷൻസിനെതിരായിട്ടാണ് വഖഫ് ബോർഡ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് മുത്തവല്ലിയാണ്. മുത്തവല്ലിയാണ് ഇന്ന് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് പോയി കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡ് അവസാനത്തെ സമയത്ത് പോയിട്ട് ഇത് വോട്ടിൽ രജിസ്റ്റർ ചെയ്തത്? അവിടെ പോയ മന്ത്രിമാരെല്ലാം അവരോട് പറഞ്ഞത് നിങ്ങളെ ആരെയും ഇറക്കി വിടൂലെന്ന്, അല്ലേ? നിങ്ങളെ ആരെയും ഇറക്കി വിടൂലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഗവൺമെന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വഖഫ് ബോർഡ് ചേർന്നത്, അല്ലെ? ആ വഖഫ് ബോർഡ് കൂടിയിട്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് വഖഫാണെന്ന്. അപ്പൊ അവരോട് പറഞ്ഞത് കാപട്യമാണ്, അവരെ കളിപ്പിക്കുകയാണ്. ഞങ്ങൾ BJPക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. BJP ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ഇടപെട്ടിട്ടാണ് അത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അല്ലാതാക്കി മാറ്റിയത്. അത് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഫലപ്രദമായ ഇടപെടൽ പാലക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി നടത്തിയില്ല. അവർ രണ്ടുപേരും കൂടി എറണാകുളത്ത് വന്ന് വരാപ്പുഴയിലെ ബിഷപ്പ്മാരെ അവിടെ കണ്ട് സന്ദർശിച്ച് ഇവരെ ഒരു കാരണവശാലും പുറത്തിറക്കി വിടാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് വാക്കുകൊടുക്കുക. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെട്ടു. അപ്പോൾ സംഘപരിവാറിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു അവിടെ, രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുക. അതിന് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ അന്ന് സ്വീകരിച്ചത്. ആ സർക്കാർ ഇറങ്ങിയിട്ടും സർക്കാർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വഖഫ് ബോർഡ്. അവർ കൊണ്ടുപോയി പോണ പോക്കില് ഇനി വരാനിരിക്കുന്ന സർക്കാർ, ഞാൻ പണ്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയമുള്ളതെന്ന്. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് വെച്ചിട്ട് പോയത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല 8ന്റെ പണിയാണെന്ന് ചെയ്തിട്ട് പോയത്. കുഴപ്പമില്ല, അതും കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കും.